YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിയതാണ് ബാക്കു സിറ്റി കാണാനായിട്ട്. ബാക്കു സിറ്റിയുടെ ഉള്ളിൽ നമുക്ക് എല്ലായിടത്തും വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല, പലയിടത്തും നടന്ന് തന്നെ പോകണം. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി അങ്ങ് കുറച്ച് ദൂരെ മാറ്റി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഓൾഡ് സിറ്റിയിലേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മളിവിടെ വന്നത് സമ്മറിലാണെങ്കിലും അത്രയ്ക്കൊരു ചൂട് കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ബാക്കുവിലെ ഓൾഡ് സിറ്റിയുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരക്കുണ്ട്, എന്നാലും വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശം. ഓരോ മുക്കും മൂലയും നമുക്ക് കാണുമ്പോൾ അതിമനോഹരമാണ് ഓരോ സ്ഥലത്ത് നിന്നും നോക്കുമ്പോഴുള്ള കാഴ്ച. ഈ കാണുന്നതാണ് മെയ്ഡൻ ടവർ. ഏകദേശം 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ടവർ. യുനെസ്കോയുടെ പട്ടികയിലുള്ളതും അതുപോലെ തന്നെ അസർബൈജാന്റെ ഒരു ഒഫീഷ്യൽ എംബ്ലമായിട്ടും ഈ ടവറിനെ കണക്കാക്കി പോരുന്നു. ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. അസർബൈജാൻ കറൻസിയിലും ഒഫീഷ്യൽ സ്റ്റാമ്പുകളിലും എല്ലാം ഈ ടവറിന്റെ പടം കാണാൻ പറ്റും നമുക്ക്. 29.5 മീറ്റർ ആണ് ഈ ടവറിന്റെ ഹൈറ്റ്. ഇതിന്റെ മുകളിൽ കയറി നോക്കിയാൽ ബാക്കു സിറ്റിയും ബാക്കു ബേയും എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. നിസാമി സ്ട്രീറ്റ് എന്നാണ് ഇതിന്റെ പേര്. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ട്രീറ്റിൽ ഭയങ്കര തിരക്കാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ട്രീറ്റാണ് ബാക്കുവിൽ നിസാമി സ്ട്രീറ്റ്. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിനോട് ചേർന്നിട്ടുള്ള ഹോട്ടലുകൾക്കും അക്കോമഡേഷനുകൾക്കും എല്ലാം നല്ല എക്സ്പെൻസീവുമാണ്. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ഫ്ലെയിം ടവർ. ഇവിടെ നിന്ന് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് ആ ഫ്ലെയിം ടവർ കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് മുഹമ്മദ് നമ്മളോട് പറഞ്ഞ്, എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ബാക്കുവിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ലിറ്റിൽ വെനീസ് ഓഫ് ബാക്കു, അവിടേക്കാണ്. ആർട്ടിഫിഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ലേക്കും അവിടുത്തെ ബോട്ട് സഫാരിയുമാണ് ഇവിടുത്തെ പ്രത്യേകത. കുട്ടികൾക്ക് 5 മനാത്തും വലിയവർക്ക് 10 മനാത്തുമാണ് ഈ ബോട്ട് സവാരിക്കുള്ള ടിക്കറ്റ് റേറ്റ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും സമയം കുറച്ച് ഇരുട്ടിപ്പോയതിനാൽ കുറച്ച് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പിക്ചറുകളൊക്കെ നമ്മൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് മുഹമ്മദ് പറഞ്ഞ സ്ഥലം. ഈ പടിക്കെട്ടുകൾ അത്രയും കയറി നമ്മളിതിൻ്റെ മുകളിൽ പോകണം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെയിം ടവറും ബാക്കി ഈ ബാക്കു സിറ്റിയൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഇതാണ് മുഹമ്മദ് പറഞ്ഞ ആ സ്ഥലവും ആ വ്യൂവും.
എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ രാത്രി സമയം ഒരുപാടായി, നമ്മളെന്തായാലും തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ബാക്കുവിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.